നല്ലൊരു അട്രാക്റ്റീവ് വൈഫായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം നമ്മുടെ അപ്പിയറൻസൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. നന്നായിട്ട് അട്രാക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഹെവി മേക്കപ്പ് ഇടുക, അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക, അങ്ങനെയൊന്നുമല്ല. നമ്മളെ തന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, ക്ലീൻ ആയിട്ടിരിക്കുക, ഫിറ്റായിട്ടുള്ള ക്ലോത്ത്സ് ഇടുക, അതുപോലെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുക. നമ്മൾ ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരുന്നാൽ നമ്മുടെ പോസ്ചറിലും നമ്മുടെ സ്മൈലിലും നമ്മുടെ കോൺഫിഡൻസിലും എല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇൻസ്റ്റൻ്റ്ലി നമ്മൾ അട്രാക്റ്റീവായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ ഇടയ്ക്കെങ്കിലും നമ്മുടെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടണം, അതുപോലെ ഒക്കേഷണലി അവർക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മളെപ്പറ്റി തന്നെ കോൺഫിഡൻ്റ് ആണെങ്കിൽ എല്ലാവരും നമ്മളോട് അട്രാക്റ്റഡ് ആയിരിക്കും. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആസ് എ വുമൺ കാര്യങ്ങളെല്ലാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ നാച്ചുറലി നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കും. ഒത്തിരി പെർഫെക്ഷൻ ഉണ്ടാവണം എന്നല്ല അത് പറയുന്നത്, പക്ഷേ നമ്മൾ ട്രൂ ആയിട്ടിരിക്കുക. നമ്മുടെ ഉള്ളിലെ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു ബെറ്റർ പേഴ്സണായിട്ട് മാറുക. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ താങ്ക്ഫുള്ളായിട്ടിരിക്കുക. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവരുടെ ബിസി ലൈഫിൽ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിന് താങ്ക്ഫുള്ളായിട്ടിരിക്കുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. അത് നമുക്കും തിരിച്ച് ആ രീതിയിലുള്ള റെസ്പെക്റ്റും അപ്രിസിയേഷനും എല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യും. വീട്ടിൽ നമ്മളെപ്പോഴും കുറച്ച് ഹാപ്പി ആയിട്ടും പ്ലേഫുള്ളായിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. കുറച്ച് ഫണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല സന്തോഷവും സമാധാനവും ഉള്ളൊരു വീട്ടിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അത് നമ്മുടെ ഫാമിലി ലൈഫ് കൂടുതൽ ബെറ്ററാക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ലിസണർ ആവുക. പല കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്യാനുള്ളപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലിസൺ ചെയ്യുക, നമ്മുടെ ഫുൾ അറ്റൻഷൻ കൊടുക്കുക. ഒരുപാട് ഇൻട്രപ്റ്റ് ചെയ്യാനും അവരെ കുറ്റം പറയാനും അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാനും ഒന്നും നിൽക്കാതെ പലപ്പോഴും അവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ജെന്യുവനായിട്ടുള്ള സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കാമായിട്ടും പീസ്ഫുള്ളായിട്ടും നമുക്ക് പറയുക. അങ്ങനെ വരുമ്പോൾ നമ്മളോടുള്ള അഫെക്ഷനും അട്രാക്ഷനും എല്ലാം കൂടുകയും ചെയ്യും. നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ അടുത്തില്ലെങ്കിലും നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഉപാധികൾ വെച്ചിട്ട് മാക്സിമം കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവരുടെ ഗോൾസിനെയും ഡ്രീംസിനെയും എത്ര ചെറുതാണെങ്കിലും എത്ര ഉറപ്പില്ലാത്തതാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവരെ പുഷ് ചെയ്യുക എന്നല്ല, പക്ഷേ നമ്മളതിൽ ബിലീവ് ചെയ്യുക. അതുപോലെ അവരുടെ കൂടെ നിൽക്കുക, ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കരുത്തുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് തന്നെ നമ്മൾ തമ്മിലുള്ള ബോണ്ട് വർദ്ധിപ്പിക്കാനും കണക്ഷൻ ഫോം ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. നമ്മൾ അട്രാക്റ്റീവായിട്ടിരിക്കുന്നതിനൊപ്പം തന്നെ ഇമോഷണലി മെച്വേർഡായിട്ട് ഇരിക്കുക. അതായത് അവർക്ക് ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ ഹോബീസ്, ഫ്രണ്ട്ഷിപ്സ് അവർക്ക് റീചാർജ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക. അതുപോലെ അവരുടെ ഒപ്പീനിയൻസിനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ലിസൺ ചെയ്യുക. അപ്പോൾ ആസ് എ പേഴ്സൺ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴത്തേനും തിരിച്ചും നമുക്ക് ആ ഒരു ലവും റെസ്പെക്റ്റും എല്ലാം കിട്ടും. കുട്ടി കുട്ടി സർപ്രൈസുകളൊക്കെ കൊടുക്കാം. അതൊക്കെ ഒരു പുതുമ കൊണ്ടുവരും നമ്മുടെ റിലേഷൻഷിപ്പിൽ. ഇടയ്ക്ക് ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കുക, സ്നാക്സ് ഉണ്ടാക്കുക, പിന്നെ അതുപോലെ പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുട്ടി കുട്ടി എഫേർട്സ് ഇടുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സമാധാനമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും സ്ട്രെസ്സും കംപ്ലയിൻസും ഉള്ളൊരു വീട് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പം നല്ല ഫുഡ് ഉണ്ടാക്കുക, അതുപോലെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനത്തെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വൈഫാവുക അങ്ങനെയല്ല, എന്നാലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള പാഷനും ഹോബിയും ഫ്രണ്ട്ഷിപ്സും എല്ലാം ഉണ്ടാവുക. നമ്മളൊരു യുണീക്കായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആളാവുമ്പോൾ നാച്ചുറലി നമ്മൾ അട്രാക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് അതിനെപ്പറ്റി സംസാരിക്കുക, ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആവാതെ ഒരു സ്പേസ് കൊടുക്കുക. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുക്കുമ്പോൾ ജെന്യുവനായിട്ട് അവിടെ ഒരു ജെന്യുവൻ ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവുമല്ലേ. അപ്പോൾ നമ്മൾ ഒച്ചയെടുക്കാതെ, കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ, കണ്ണിൽ നോക്കാതെ, അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ കാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുക. അപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നീട് നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ഫീലിങ്സ് നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളതും സെൽഫ് കൺട്രോൾ ആയിട്ടുള്ള ആളുകളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അവർ നല്ല അട്രാക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്തും മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ ഹസ്ബൻഡിന് വേണ്ട എല്ലാ തരത്തിലുള്ള ഇമോഷണൽ, ഫിസിക്കൽ, മെൻ്റൽ, ഫിനാൻഷ്യൽ എല്ലാ സപ്പോർട്ടും തന്നെ പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് നല്ലൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആവുക മാത്രമല്ല, നമ്മളൊരു ആസ് എ പേഴ്സൺ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനും ഈ ടിപ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.